അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കറിവേപ്പില കുറുക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ ഹെയർ കെയറിന്റെ ലോങ് വീഡിയോയിൽ ഞാൻ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളിൽ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ കറിവേപ്പില കുറുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കറിവേപ്പില കുറുക്ക്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ അവന് ലുക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അവൻ പവറാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഡൈജഷനും ഒക്കെ നല്ല അടിപൊളിയാണ് ഗൈസ്. പിന്നെ കൂടാതെ എന്താണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ തന്നെ നമ്മുടെ കറിവേപ്പില കഴുകി വൃത്തിയായിട്ടെടുത്ത് നമ്മൾ മിക്സി ജാറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുതിർക്കാൻ വെച്ചിരുന്ന പച്ചരി 2 പിടി, നമ്മുടെ കൈക്ക് 2-2.5 പിടി എടുത്താൽ മതി. എന്നിട്ട് കുതിർക്കാൻ വെക്കുക. കുതിർത്തതിന് ശേഷം നമ്മുടെ പച്ചരിയും അരച്ച് നല്ല മഷി പോലെ ആക്കി നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുത്ത് ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിക്കുക. പിന്നെ നമ്മുടെ കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് മധുരത്തിന് വേണ്ടി. അത് ചീകി വയ്ക്കുക. എന്നിട്ട് അത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ച് എടുക്കുക. എന്നിട്ടൊരു നല്ല അടി കട്ടിയുള്ള ചരുവ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ അരിപ്പയിൽ ഇങ്ങനെ അരിച്ച് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു നമ്മുടെ പച്ചരിയും കറിവേപ്പിലയും കൂടെ അരച്ച് വെച്ച ഈ ഒരു ഇത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ വെള്ളപ്പരുവം നിങ്ങൾക്ക് കാണാം അല്ലേ, വെള്ളപ്പരുവായിരിക്കണം. ഗൈസ്, ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് വെർട്ടിക്കൽ രീതിയിൽ ഞാൻ ഷോർട്സ് എടുക്കാനുള്ള രീതിയിൽ കണക്കാക്കിയാണ് എടുത്തത്. ഞാൻ ഹൊറിസോണ്ടൽ രീതിയിലല്ല ഗൈസ്, അതാണ് പറ്റിപ്പോയത്. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ പോരായ്മകൾ കാണും. അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ അടിയിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ അടികട്ടിയുള്ള അല്ലാത്ത പാത്രമൊക്കെയാണ് എടുത്തിരിക്കുകയും പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ പതിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല വെള്ളമായിട്ടിരുന്ന് ഒരുവിധം ഇങ്ങനെ കുറുകി വരുന്ന ഒരു പരുവാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഈ കട്ടിയായി വരുംതോറും നിങ്ങൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ കുറച്ചായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതാണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ആ വെള്ളം പോലെ നിന്നുള്ള ആ ടെക്സ്ചറിൽ നിന്ന് ഇപ്പം നല്ലൊരു കട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറുക്ക്. അപ്പോൾ അമ്മയുടെ മോഹമൊക്കെ വീഡിയോ എടുത്താണ് ഗൈസ്, പക്ഷേ അത് വന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ തെറ്റ് കാരണം വന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ പരുവമൊക്കെ ആകുമ്പോഴത്തേനും ഇതിനേക്കാളും കുറച്ചുകൂടി കുറുക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കറിവേപ്പില കുറുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനും നമ്മുടെ ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് കട്ടിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ രീതിയിൽ നന്നായിട്ട് ഇടാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ അമ്മ പറയുന്നതും കൂടെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, കറിവേപ്പില കുറുക്ക് ഉണ്ടാക്കണതാണ് ഗൈസ് നമ്മൾ പറയാൻ പോണത്. അതാദ്യം കുറച്ച് അരി, 1 പിടി അരി, കുറച്ച് കറിവേപ്പില നന്നായിട്ട് അരക്കണം മിക്സിയിൽ. നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് പച്ചരിയും കൂടെ എടുത്ത് കരിവേപ്പിലയിലിട്ട് നന്നായിട്ട് മഷി പോലെ അരയണം. അരഞ്ഞിട്ട് മഷി പോലെ അരഞ്ഞതിന് ശേഷം ഈ കുറച്ച് ബാലൻസ് ഇരിക്കുന്ന അരിയും കൂടെ എടുത്ത് അതിലിട്ടിട്ട് തരിയായിട്ട് കുറച്ച് തരിയും കൂടെ കണക്കിന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കരിപ്പൊട്ടി എടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുക്കണം, അതിനാവശ്യത്തിനുള്ള കരിപ്പൊട്ടി. അത് കഴിഞ്ഞിട്ട് അത് ഒരു ചരുവ എടുത്ത് അതിനകത്ത് ഒഴിച്ച് ഈ അരച്ച് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ അതിൽ ചേർത്ത് കലക്കണം. കലക്കിയതിന് ശേഷം നമ്മൾ കലക്കി അടുപ്പത്ത് വയ്ക്കണം. എന്നിട്ടേ ഗ്യാസ് ഓൺ ചെയ്ത് കത്തിക്കാവും. എന്നിട്ട് കൈ ഇളക്കാതെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും. കൈ മാറ്റാതെ ഇളക്കണം, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ട നമുക്ക് അത് കിട്ടൂല, നല്ലതായിട്ട് കിട്ടൂല. അതൊന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കി അപ്പോൾ അത് കട്ടയാവണ അനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അവസാനം നന്നായിട്ട് എടുക്കണം. കണ്ണങ്ങോട്ട് പോകുന്നു ഗൈസ്. ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ്, ബിഗ് ബോസ് ഫിനാലെ. അതിൻ്റെ കണ്ണാണ്. ബൈ.